രണ്ട് ഭാഷയിൽ വരുന്ന രണ്ട് മാറ്റങ്ങളാണ്. അയാൾ ഒരു പൂജ്യനാവുകയും അയാൾ ഒന്നുമില്ലാത്തവനാവുകയും ചെയ്യുന്നത് ഈ ഭാഷയുടെ ഈ സംസ്കാരത്തിൻ്റെ ഈ വ്യത്യാസം കൊണ്ടാണ്. അവരവിടെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പൂജ്യം എന്ന ആശയത്തെക്കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ അത്ഭുതത്തോടുകൂടെ ആലോചിച്ചത്, ഇന്നത്തെ സാഹചര്യത്തിൽ പൂജ്യത്തെ വളരെ ടെക്നിക്കലായി മനസ്സിലാക്കിയെടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് ബ്രഹ്മഗുപ്തൻ പൂജ്യത്തെ എന്തായിരിക്കും കണ്ടത്? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്താണ് പൂജ്യം എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? വെറുതെ നമ്മളതിന് പൂജ്യം എന്ന് പേരിടുകയില്ലല്ലോ. പൂജിക്കപ്പെടേണ്ട എന്തോ ആയതുകൊണ്ടാണല്ലോ അതിന് പൂജ്യം എന്ന് പേരിട്ടത്. താവോ മതക്കാർ പറയാറുണ്ട്, താവോയിസത്തിലും ഈ പൂജ്യം എന്ന സങ്കല്പം, ഈസ്റ്റേൺ ട്രഡീഷൻസിൽ മുഴുവൻ ഭാരതത്തിൻ്റെ സാംസ്കാരികമായ സ്വാധീനമുള്ള എല്ലാ കിഴക്കൻ നാടുകളിലും പൂജ്യത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. താവോ മതക്കാർ പറയാറുണ്ട്, ലോകത്തെ എല്ലാ നമ്പറുകളുടെയും അമ്മ പൂജ്യമാണ്. നമ്പർ ലൈനിൽ നോക്കിയാൽ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും തമ്മിൽ കൂട്ടിയാൽ അവസാനം കിട്ടുക പൂജ്യമാണ്. പൂജ്യത്തിലാണ് ഇതെല്ലാം ഒടുങ്ങുകയും പൂജ്യത്തിലാണ് ഇതെല്ലാം ആരംഭിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പൂജ്യം വിശ്വത്തിൻ്റെ ഗർഭമാണ്, ഹിരണ്യഗർഭമാണ് എന്ന് വേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ, തന്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ പരാസംവിത്ത് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ആശയത്തെക്കുറിച്ച് അവർ ലോകത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ചിന്തിച്ചു, മനസ്സിലാക്കി. തന്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് പൂജ്യം എന്ന സങ്കല്പം അസ്പന്ദമാണ്. അസ്പന്ദം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻലെസ് സ്റ്റേറ്റ് എന്നാണ്. ഒരു തരത്തിലുള്ള ഇളക്കവും ഇല്ലാത്ത അവസ്ഥയാണ് അസ്പന്ദം. ആ അസ്പന്ദത്തിൽ ഒരു ശക്തി ഒളിച്ചിരിക്കുന്നു. അതിനെ സ്പന്ദശക്തി എന്ന് സ്പന്ദകാരിക വിളിക്കുന്നു. അസ്പന്ദത്തിൻ്റെ സ്വഭാവമാണ് സ്പന്ദശക്തി. വൈബ്രേഷൻലെസ് സ്റ്റേറ്റിൻ്റെ സ്വഭാവമാണ് വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിസിക്സോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ഭൗതിക ശാസ്ത്രങ്ങളോ ആണ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ വളരെ തികച്ചും താന്ത്രികമായ അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് എന്ന് നമ്മളിന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ ആണ് ഇത്തരം ഉയർന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അവിടെ പറയാണ്, അസ്പന്ദത്തിൻ്റെ സ്വഭാവമാണ് സ്പന്ദം. സ്പന്ദശക്തി അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് അസ്പന്ദം സ്പന്ദിക്കുന്നത്. അസ്പന്ദം സ്പന്ദിച്ചുകൊണ്ടാണ് സർവപ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ഒരു മുദ്ര ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. അത് ചിന്മുദ്രയാണ്. അത് കാണിക്കുന്നത് പൂജ്യം എന്നാണ്. ആ പൂജ്യം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ ചിന്മുദ്ര എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ചിത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന പൂജ്യം എന്ന രൂപത്തെ അവിടെ കാണിക്കുന്നുണ്ട്. ആ ചിന്മുദ്ര പൂജ്യമാണ് എങ്കിൽ നമ്മളൊന്ന് ഞൊടിച്ചാൽ അതിൻ്റെ അകത്തു നിന്ന് ആദ്യത്തെ സ്പന്ദം പുറപ്പെടുകയാണ്. ആദ്യത്തെ സ്പന്ദം. അപ്പോൾ ആദ്യത്തെ സ്പന്ദം പുറപ്പെടുന്ന സമയത്ത് അതിന് പ്രഥമ സ്പന്ദം എന്നാണ് തന്ത്രം വിളിച്ചിട്ടുള്ള പേര്. പ്രഥമ സ്പന്ദം എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അർത്ഥം. ആരാണ് പ്രഥമ സ്പന്ദത്തിന് കാരണമാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, പരാസംവിത്ത് പൂജ്യാവസ്ഥയിൽ ഇരിക്കുന്ന ശിവനും ശക്തിയും ചേർന്ന് ഇരിക്കുന്ന, ഒരുപക്ഷെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എനർജി, മാറ്റർ, കോൺഷ്യസ്നസ്, ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന, ആ വാക്ക് ഞാൻ ഇന്നത്തെ പുതിയ ഭാഷാ പ്രയോഗമായിട്ട് ചേർത്ത് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ചിദാനന്ദ ഘനസ്വരൂപം എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. കോൺഷ്യസ്നസ് ബ്ലിസ് കണ്ടൻസേറ്റ് എന്നാണ് ആ മാറ്ററിൻ്റെ പേര്. ആ മാറ്ററാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോൺഷ്യസ്നസ്സും ബ്ലിസ്സും കണ്ടൻസേറ്റ്, അത് കണ്ടൻസ്ഡ് ആയിരിക്കുന്ന ആ അവസ്ഥയിൽ അതിൻ്റെ അകത്ത് സ്പന്ദശക്തി ഒളിച്ചിരിക്കുന്നു, ഡോർമെൻ്റ് ആയിട്ടിരിക്കുന്നു. ആ ഡോർമെൻ്റ് ആയിരിക്കുന്ന സ്പന്ദശക്തി ഈ ചിദാനന്ദത്തെ ആദ്യത്തെ സ്പന്ദമാക്കി ചിദ്ദായി പുറത്തു വരാൻ കാരണമാക്കുന്നു. കോൺഷ്യസ്നസ്സായി അതിൻ്റെ പ്രകടനത്തെ കാണിക്കുന്നു. കോൺഷ്യസ്നസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ആനന്ദം പുറത്തേക്ക് വരുന്നു, ബ്ലിസ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ കോൺഷ്യസ്നസ്സും ബ്ലിസ്സും പുറത്തേക്ക് വന്നു. കോൺഷ്യസ്നസ്സും ബ്ലിസ്സും പുറത്തേക്ക് വന്നാൽ കോൺഷ്യസ്നസ്സിനും ബ്ലിസ്സിനും ഉള്ളിൽ 3 ശക്തികൾ ഒളിച്ചിരിക്കുന്നു. ആ ശക്തികൾ ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3 ശക്തികളാണ്. ലളിതാ സഹസ്രനാമം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് ദേവി വിളിക്കുന്നു. ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3 കാര്യങ്ങൾ കൂടെ പുറത്തു വരുന്ന സമയത്ത് 5 കാര്യങ്ങളായി പുറത്തേക്ക് വരുന്നു. ഈ 5ൻ്റെ വ്യാപനം, അതിൻ്റെ മേളനം, അതിൻ്റെ തുടർച്ച, ഇതെല്ലാം കൂടെ ചേർന്ന് പ്രകർഷേണ പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നു.
അപ്പോൾ പൂജ്യം എന്ത് എന്ന ചോദ്യത്തിന് എണ്ണി 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 പോയാൽ അവസാനം നമ്മുടെ ദൃക്ക് എവിടെ പോയി നിൽക്കുമോ ആ അവസ്ഥയാണ് പൂജ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിന്, നമ്മുടെ ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ കേരളീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒട്ടനവധി പേരുകളുണ്ട്. അതിലെല്ലാ പേരുകളിലും കേരളീയൻ എന്ന അഭിമാനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആദി ശങ്കരാചാര്യർ, ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ കേരളത്തിൻ്റെ ആധ്യാത്മിക ഗുരു അല്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ് പോലുള്ള നാടാണ് കേരളം. ചുരുങ്ങിയ പക്ഷം നാരായണ ഗുരു കേരളത്തിൻ്റെ ആധ്യാത്മിക ഗുരു അല്ല എന്ന് പ്രഖ്യാപിക്കൂല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിന് നാരായണ ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്ത് പറഞ്ഞാലും നാരായണ ഗുരു കേരളത്തിൻ്റെ ആധ്യാത്മിക ഗുരുവാണ് എന്ന് തൽക്കാലം ഗതികേട് കൊണ്ടെങ്കിലും സമ്മതിച്ചിട്ടുണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാവുന്ന, ഗതികേട് കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടല്ല. ഇഷ്ടം കൊണ്ടായിരുന്നുവെങ്കിൽ ആ ഗതികേട് മനഃപൂർവ്വമായി ഉണ്ടായി വന്നതാണ്. ആ ഗതികേടിനെ ഓർത്ത് നമ്മൾ അഭിമാനിക്കും കൂടി വേണം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഇവരെ തള്ളി നീക്കേണ്ട സാഹചര്യത്തിലേക്ക് നാം സംഘടിതമായിക്കൊണ്ട് ഒരു രൂപം, ഒരു ശക്തിയായി തീർന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ശക്തിയായി തീർന്ന സമയത്ത് മാത്രമാണ് നാരായണ ഗുരുവിനെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ പോലും നാരായണ ഗുരുവിൻ്റെ ആധ്യാത്മികമായ പാരമ്പര്യത്തെ തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമാക്കി നിർത്തുവാനാണ് എല്ലാ കാലവും ശ്രമിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നാരായണ ഗുരുവിനെ കുറിച്ച്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും നാരായണ ഗുരുവിൻ്റെ ഒരു ദാർശനിക കൃതി നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു ദാർശനിക കൃതി പോലും നാരായണ ഗുരുവിൻ്റെതായി നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവാണ്. തീർച്ചയായിട്ടും സാമൂഹിക പരിഷ്കർത്താവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിനുള്ള ത്വര അടിസ്ഥാനപരമായി ഊന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക അവബോധത്തിലാണ്. ആ നാരായണ ഗുരു ഈ തത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തിൽ പറയുന്നുണ്ട്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ആ കൃതിയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവദശകത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ആലോചിക്കണം, സാമൂഹിക പശ്ചാത്തലം ആലോചിക്കണം. ആ പശ്ചാത്തലം മറ്റൊന്നല്ലേ, നാരായണ ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ ഏറ്റവും ലളിതമാണ് എന്ന് പറയാവുന്ന ഒന്നാണ് ദൈവദശകം. ലളിതമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ലളിതമെന്ന് ഏതൊരാൾക്കും എവിടെയും ചൊല്ലാവുന്ന, ഒരു കല്യാണ വീട്ടിൽ ചൊല്ലണമെങ്കിൽ എന്ത് വേണം ഗുരു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ദൈവദശകം ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഒരു മരണ വീട്ടിൽ ചൊല്ലാൻ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ദൈവദശകം ചൊല്ലിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃതി എന്ന നിലയിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ദൈവദശകത്തിൽ രണ്ടാമത്തെ സ്റ്റാൻസ ഇത്രയും ഉയർന്ന ഒരു തത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ തത്വം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം നേതി നേതി എന്നാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇത് ഭൂമിയാണോ? അല്ല. ഇത് വായുവാണോ? ഇത് ജലമാണോ? അല്ല. ഇത് അഗ്നിയാണോ? അല്ല. ഇത് വായുവാണോ? അല്ല. ഇത് ആകാശമാണോ? അല്ല. ഇത് തമസാണോ? അല്ല. ഇത് രജസാണോ? അല്ല. ഇത് സത്വമാണോ? അല്ല. എത്രയായി നമ്പർ? എണ്ണി 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 പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് എണ്ണിക്കഴിഞ്ഞാൽ 9 എണ്ണാവും. എണ്ണൽ സംഖ്യ 1 മുതൽ 9 വരെയുള്ളൂ. ആരും ചിന്തിച്ചിട്ടില്ല 9ന് ശേഷം എന്തുകൊണ്ട് മറ്റൊരു നമ്പർ ഇല്ല എന്ന്. ബാക്കി ഒരു കോമ്പിനേഷനാണ്, 1ഉം 0ഉം ചേർത്താണ് 10 ഉണ്ടാക്കുന്നത്. 9 വരെ എത്തുന്ന സമയത്ത് നമ്മുടെ എണ്ണൽ തീർന്നു. കാരണം ശിവൻ പൂർണ്ണ രൂപത്തിൽ ക്ഷിതിയായി പരിണമിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ തത്വം ശിവതത്വമാണ് എങ്കിൽ അവസാനത്തെ തത്വം ക്ഷിതി തത്വമാണ്. ശിവാദി അവനി പര്യന്തം, ശിവൻ മുതൽ അവനി വരെ, ശിവൻ മുതൽ ക്ഷിതി വരെ, അങ്ങനെ എണ്ണി 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 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വേദാന്തികൾ എണ്ണുന്ന സമയത്ത് ഭൂമിയാണോ? അല്ല. ജലമാണോ? അല്ല. അഗ്നിയാണോ? അല്ല. അങ്ങനെ അങ്ങനെ എണ്ണി 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 പോയി മുകളിൽ ഒന്നാമത്തെ തത്വമായ പ്രഥമസ്പന്ദമായ ശിവനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തരം. പിന്നെ എന്താണ്? അസ്പന്ദം, 0, നേതി നേതി. ഇതൊന്നുമല്ല, ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് വേദാന്തം അതിന് അതിമനോഹരമായ ഒരു 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 പൂർത്തിയിലേക്ക് എത്തുന്നു. അതേസമയത്ത് താന്ത്രികനോട് എണ്ണാൻ പറഞ്ഞാൽ താന്ത്രികൻ എണ്ണുമ്പോൾ ഭൂമിയാണോ? ആണ്. ജലമാണോ? ആണ്. അഗ്നിയാണോ? ആണ്. എല്ലാം ആണ്. ഭൂമി ശിവനാണോ? പിന്നല്ലാതെ ഭൂമി ശിവൻ തന്നെ. ജലം ശിവനാണോ? ശിവൻ തന്നെ. കാരണം ഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ശിവപെരുമാളിൻ്റെ ക്രിയാശക്തി കൊണ്ടാണ് എന്നാണ് തന്ത്രം പറയുന്നത്.
ജലത്തെ നിർമ്മിച്ചിരിക്കുന്നത് ജ്ഞാനശക്തി കൊണ്ടാണെന്നാണ് പറയുന്നത്. അഗ്നിയെ നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭൂതപൂർവമായ ഇച്ഛാശക്തി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അഗ്നിക്ക് ആ പ്രത്യേകത ഉണ്ട്. അഗ്നി ഇച്ഛാസ്വരൂപമാണ്. അഗ്നി എല്ലാത്തിനെയും ഇല്ലാതെയാക്കി കളയുന്ന, എല്ലാത്തിനെയും സമീകരിക്കുന്ന വർദ്ധിതമായ വീര്യത്തോടു കൂടിയായിരുന്നു. അത് ഇച്ഛാശക്തി രൂപമാണ്. ആ വായു നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദശക്തി കൊണ്ടാണ്. ആകാശം നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിത് ശക്തി കൊണ്ടാണ്. കോൺഷ്യസ്നസ്, ചിദംബരം, ചിത്താകുന്ന അമ്പരം, കോൺഷ്യസ്നസ് ബിക്കംസ് ദ അറ്റയർ എന്ന് നമുക്ക് ചിദംബരനാഥനെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ആ ചിദംബരം, ചിത്ത് നിർമ്മിച്ചിരിക്കുന്നത്, ആകാശത്തെ നിർമ്മിച്ചിരിക്കുന്നത് ചിത് ശക്തി കൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 5 ശക്തികളെ കൊണ്ട് അദ്ദേഹം 5 ഭൂതങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇച്ഛ എന്താണ് എന്ന ചോദ്യത്തിന് ശിവൻ തന്നെ ഇച്ഛാശക്തി എന്നാണ് പറയുക. ശക്തി ഇല്ലാതെ ശിവനില്ല. ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രബോധിതം എന്ന് സൗന്ദര്യലഹരി. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനില്ല. അങ്ങനെയെങ്കിൽ ശക്തി ശിവൻ തന്നെ, അങ്ങനെയെങ്കിൽ ഇച്ഛ ശിവൻ തന്നെ, ക്രിയ ശിവൻ തന്നെ, ജ്ഞാനം ശിവൻ തന്നെ, എല്ലാം ശിവൻ തന്നെ. അങ്ങനെ നോക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള സംവാദ സംസ്കാരം. ഒന്നും അല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അസ്പന്ദത്തിലെത്തുന്ന സംവാദം. ഇവിടെ അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് അങ്ങനെയാണെങ്കിലും ഒരു വേദാന്ത സദസ്സ് അല്ല ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേര് അതിമനോഹരമായി നേതി ആയതുകൊണ്ട്. 2 തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സിദ്ധാന്തങ്ങളുടെ സംസ്കാരം. അത് എല്ലാം ആണ് 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 എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എത്തുന്ന സംസ്കാരം. അതുകൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരല്പം നേതിയെക്കുറിച്ച് സംസാരിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. വിഷയത്തിലേക്ക് കടന്നിട്ടില്ല കേട്ടോ. വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. വിഷയം അപ്സർജ് ഓഫ് ഹിന്ദുയിസം എന്നുള്ളതാണ്. ഞാനിന്ന് അപ്സർജ് ഓഫ് ഹിന്ദുയിസം എന്ന നിലയിൽ അത് ചിന്തിച്ചില്ല. ഞാനിവിടെ വന്നപ്പം റിസർജൻസ് ഓഫ് ഹിന്ദുയിസം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നെ തിരുത്തിയല്ല, അപ്സർജ് ഓഫ് ഹിന്ദുയിസം ആണ് എന്ന് പറഞ്ഞു. ഭാരതചരിത്രത്തിലെ 6 സുവർണഘട്ടങ്ങളെക്കുറിച്ച് വി ഡി സാവർക്കർ, വീരവിനായക ദാമോദർ സാവർക്കർ, ഗോൾഡൻ എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു പുസ്തകം, അതിമനോഹരമായ പുസ്തകം, എല്ലാവരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട പുസ്തകം, ഭാരതീയൻ എന്ന നിലയിൽ നിർബന്ധമായി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റേണ്ട പുസ്തകം എന്ന് പറയാവുന്നൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ 6 സുവർണഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ചാണക്യൻ്റെ കാലം മുതൽ അങ്ങനെ എണ്ണി ഹുണജിത്തായ യശോവർമ്മനെ അങ്ങനെ എണ്ണി 6 ഘട്ടങ്ങളെ അദ്ദേഹം, 6ാമത്തെ ഘട്ടം ഒരു ലൂസ്ലി ഐഡൻറ്റിഫൈ ചെയ്തൊരു ഘട്ടമാണ്, പുസ്തകം വായിക്കുമ്പോൾ അറിയാം. പക്ഷേ ഇത് ഭാരതചരിത്രത്തിലെ 7ാമത്തെ സുവർണഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുഹൂർത്തമാണ്. കാരണം ലോകം മുഴുവൻ ഭാരതത്തെ വിശ്വഗുരുവായി കാണുവാൻ തുടങ്ങിയിരിക്കുന്നു, ഔദ്യോഗികമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലാതെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, വേസ്റ്റ് ലാൻഡ് എഴുതുന്ന സമയത്ത് അതിൽ ഇനി ശാന്തി 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 എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മഹാനായ കവി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരുപാട് മഹാത്മാക്കൾക്ക്, ടോൾസ്റ്റോയെ പോലുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഐൻസ്റ്റീനെ പോലുള്ള ഒരുപാട് മഹാത്മാക്കൾക്ക് ഭാരതം പ്രചോദനമായിട്ടുണ്ട്. പക്ഷെ അവരാരും ഭാരതം എന്ന രാഷ്ട്രത്തെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. റിസർജൻസ് ഓഫ് ഹിന്ദുയിസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അപ്സർജ് ഓഫ് ഹിന്ദുയിസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് പറയാൻ റിസർജൻസ് ഓഫ് അപ്സർജ് ഓഫ് ഭാരത് എന്നാണ്. കാരണം ഹിന്ദു ധർമ്മത്തിന് ഒരു കാലത്തും ഒരു തളർച്ച നേരിട്ടിട്ടില്ല. രാഷ്ട്രീയപരമായ ചില കാരണങ്ങളെ കൊണ്ട് അത് പിന്തുടരുന്ന ആളുകൾക്ക് ചില തളർച്ചകൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും ഒരാശയധാര എന്ന നിലയിൽ ഹിന്ദുധർമ്മം ഒരു കാലത്തും തളർന്നിട്ട്, ഒരു കാലത്തും തളരാത്തത് കൊണ്ടാണ് ഷിക്കാഗോയിലെ വേദിയിൽ പോയി വിവേകാനന്ദ സ്വാമി ഒരൊറ്റ പ്രഭാഷണം നടത്തിയ സമയത്ത് ആ കൊടുങ്കാറ്റ് വീണ്ടും തിരയടിച്ച് വന്നത്. ആ വിത്ത് എല്ലാ നാട്ടിലേക്കും നമ്മുടെ ഋഷീശ്വരന്മാർ വാരി വിതറിയിട്ടുണ്ട്. ഏതെങ്കിലും അനുയോജ്യമായ ഒരു മഴ, വിവേകാനന്ദ സ്വാമിയെ പോലെ ഒരു മഴ, ഒരു മന്ദസമീരൻ അവിടെ പോയി ആഞ്ഞു വീശിയാൽ, അല്ലെങ്കിൽ പതുക്കെ വീശിയാൽ ആ വിത്ത് മുളയ്ക്കുകയും വളരുകയും ചെയ്യും. ഇത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ലോകം മുഴുവനുണ്ട്. എന്നാൽ ഭാരതത്തിന് തീർച്ചയായിട്ടും ഒരു ച്യുതി നേരിട്ടിട്ടുണ്ട്. അതില്ല എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. ആ ച്യുതി ഒരുപാട് കാലം നീണ്ടു നിന്നു. അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഉണ്ടായത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഒരു എക്കണോമിക് റിപ്പോർട്ട്
അടിസ്ഥാനപ്പെടുത്തി സംസാരിച്ചു. ആ സമയത്ത് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഉണ്ടായത് തീർച്ചയായിട്ടും പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ദാദാഭായ് നവറോജി അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭാരതത്തിൻ്റെ വിസ്തൃതമായ ഈ ഭൂവിഭാഗത്തു നിന്ന് ഉൽപ്പാദിതമായ എല്ലാവിധ സമ്പത്തും ഭാരതത്തിൻ്റെ പുറത്തേക്ക് ചോർന്നു പോകുന്നതിനെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നു. നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഈ നാട്ടിലെ MP ശശി തരൂർ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ചിലപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഡാർക്ക് ഇറ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും വായിക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ്. അദ്ദേഹം ആ പുസ്തകം എഴുതി അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്പീച്ച്, ഒരു ഓക്സ്ഫോർഡ് സ്പീച്ച് നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഡസ് ബ്രിട്ടൻ ഓവ് റിപ്പറേഷൻസ് ടു ഇന്ത്യ എന്നായിരുന്നു ഒരു പ്രഭാഷണം. അതിമനോഹരമായ പ്രഭാഷണമായിരുന്നു അത്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം അവിടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഭാരതത്തിന് നേരിട്ടിട്ടുള്ള എല്ലാവിധ സാമ്പത്തികമായ ചൂഷണങ്ങളെയും തുറന്നു കാട്ടി. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.